എൻ്റെ പേര് ദിപു. ഞാൻ ടിപ്സ് PSC അക്കാഡമിയിലെ അധ്യാപകനാണ്. എൻ്റെ PSC കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത് ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് നോക്കേണ്ടത് ലവണം അഥവാ സാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്നവയാണ് സാൾട്ട് അഥവാ ലവണങ്ങൾ. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തവയാണ് ലവണങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ലവണത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 7 ആയിരിക്കും. കാരണം ലവണം നിർവീര്യമാണ്. ലവണത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ല. ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിപ്പിച്ചാണ് നമ്മൾ ലവണം അഥവാ സാൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാകുന്ന സാൾട്ടിന്റെ സ്വഭാവം ഈ പ്രവർത്തിക്കുന്ന ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രവർത്തിക്കുന്ന ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം അനുസരിച്ചാണ് ഒരു ലവണത്തിന്റെ pH മൂല്യം വരുന്നത്. അതില് നമുക്കൊരു 4 കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഒരു വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലവണത്തിന്റെ pH മൂല്യം 7 ആയിരിക്കും. കാരണം ആസിഡിനും വീര്യം കൂടുതലാണ്, ആൽക്കലിക്കും അഥവാ ബേസിനും വീര്യം കൂടുതലാണ്. രണ്ടുപേർക്കും വീര്യം കൂടുതലായതുകൊണ്ട് രണ്ടും തുല്യമായി പ്രവർത്തിച്ച് രണ്ടിന്റെയും സ്വഭാവങ്ങൾ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. pH മൂല്യം 7 എന്ന് വെച്ചാൽ അതിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഉണ്ടായിരിക്കില്ല. 7 എന്ന് പറയുന്നതിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം അതിന് ഉണ്ടായിരിക്കില്ല. കാരണം നിർവീര്യമാണ്, അത് നിർവീര്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഈ പറഞ്ഞ ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിന്റെ pH മൂല്യം 7 ആയിരിക്കും. നമുക്ക് സാധാരണയായി വീര്യം കൂടിയ ആസിഡുകളായി നമ്മൾ പരിഗണിക്കുന്നത് ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl, നൈട്രിക് ആസിഡ് അഥവാ HNO3, സൾഫ്യൂരിക് ആസിഡ് അഥവാ H2SO4. ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl, നൈട്രിക് ആസിഡ് അഥവാ HNO3, സൾഫ്യൂരിക് ആസിഡ് അഥവാ H2SO4. ഈ 3 വീര്യം കൂടിയ ആസിഡുകളിൽ പെടുന്നതാണ്. അതുപോലെ വീര്യം കൂടിയ ആൽക്കലികളായി നമ്മൾ പരിഗണിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ ഇതിനെ കാസ്റ്റിക് സോഡ എന്ന് പറയും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതിനെ നമ്മൾ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയും. ഈ പറഞ്ഞവയാണ് വീര്യം കൂടുതലുള്ള ബേസുകളായി പരിഗണിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പ്. ഈ കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകാൻ അവിടെ പ്രവർത്തിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിന് വീര്യം വളരെ കൂടുതലാണ്. അവിടെ പ്രവർത്തിക്കുന്ന ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബേസ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ബേസുകളും ജലത്തിൽ ലയിക്കുന്നതിനാൽ അവയെ നമ്മൾ ആൽക്കലികൾ തന്നെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിന് വീര്യം കൂടുതലാണ്. ബേസായിട്ട് എടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിന് വീര്യം കൂടുതലാണ്. ഈ 2 ആസിഡ് ആയിരുന്നാലും ബേസ് ആയിരുന്നാലും ഇവയ്ക്ക് രണ്ടിനും വീര്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം നിർവീര്യമാണ് എന്ന് വെച്ചാൽ ഇതിന്റെ pH മൂല്യം 7 ആയിരിക്കും. അപ്പൊ ഇതിന്റെ pH മൂല്യം 7 ആയിരിക്കും. കാരണം സോഡിയം ക്ലോറൈഡ് ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആസിഡ് HCl ആണ്, ബേസ് NaOH ആണ്. രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതുപോലെ അടുത്തത് രണ്ടാമത്തെ ഒരു ലവണമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്.
പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പൊ Cl എവിടെ വന്നാലും അവിടെ നമ്മൾ ആസിഡ് ആയിട്ട് HCl തന്നെ എടുക്കുക, ആസിഡായിട്ട് HCl എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വന്നതൊന്ന് പൊട്ടാസ്യം ക്ലോറൈഡ് അഥവാ KCl ആണ്. Cl വന്നതുകൊണ്ട് ആസിഡ് HCl ആണ്. HClന് വീര്യം വളരെ കൂടുതലുള്ള ആസിഡ് ആണ്. അതുപോലെ K വന്നാൽ അവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് KOH ആണ്, അതിനും വീര്യം കൂടുതലാണ്. അപ്പൊ ആസിഡിന് വീര്യം കൂടുതലാണ്, ബേസിന് വീര്യം കൂടുതലാണ്. രണ്ട് വീര്യം കൂടിയവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലവണത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഈ ലവണത്തിന്റെയും pH 7 ആയിരിക്കും. അപ്പൊ NaCl എടുത്താലും KCl എടുത്താലും അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. കാരണം ഇവ വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്നത് കൊണ്ട് ഈ രണ്ട് ഉദാഹരണങ്ങളിലും pH 7 ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകുന്നു. സോഡിയം നൈട്രേറ്റ് അഥവാ NaNO3. സോഡിയം നൈട്രേറ്റ് അഥവാ NaNO3. NO3 വരുമ്പോൾ അവിടെയെല്ലാം ആസിഡ് ആയിട്ട് നമ്മൾ HNO3 അഥവാ നൈട്രിക് ആസിഡ് എടുക്കുക. കാരണം NO3യുടെ കൂടെ ഒരു H ചേർത്താൽ മതി. ഇവിടെ നേരത്തെ Clന്റെ കൂടെയും ഒരു H ചേർത്താൽ മതി. അപ്പൊ ഇവിടെ NO3യുടെ കൂടെ H ചേർക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. HNO3 അഥവാ നൈട്രിക് ആസിഡ് ആണ്. HNO3 അഥവാ നൈട്രിക് ആസിഡ് ആണ്. ഇവിടെ ഉള്ള ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ NAയുടെ കൂടെ നമ്മൾ OH ചേർക്കുക. അത് NaOH ആണ്. അത് NaOH ആണ്. അപ്പൊ HNO3 എന്ന് പറയുന്നത് വീര്യം കൂടിയ ആസിഡ് ആണ്. ബേസ് ആയിട്ട് എടുക്കുന്നത് NaOHനും വീര്യം കൂടുതലാണ്. രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന്റെ pH അഥവാ NaNO3യുടെ pH എന്ന് പറയുന്നതും 7 തന്നെയാണ്. അടുത്ത നാലാമതായി നമ്മൾ ഒരു ഉദാഹരണം എടുക്കുന്നു. Na2SO4. Na2SO4 സോഡിയം സൾഫേറ്റ് എന്ന് പറയും. ഇവിടെ SO4 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആസിഡ് അതിന്റെ കൂടെ H ചേർക്കുന്ന H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ ബേസ് ആയിട്ട് Na ആയതുകൊണ്ട് നമ്മൾ NaOH എടുക്കുന്നു. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡിന് വീര്യം കൂടുതലാണ്. ബേസ് ആയിട്ട് എടുക്കുന്ന NaOHനും വീര്യം കൂടുതലാണ്. രണ്ടും വീര്യം കൂടുതലുള്ളവർ ആയതിനാൽ അതിന്റെ pH ആയിട്ട് 7 തന്നെ വരുന്നു. അഞ്ചാമത്തെ ഉദാഹരണമായിട്ട് നമ്മൾ KNO3 എടുക്കുന്നു. KNO3 മീൻസ് പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ്. NO3 വന്നാൽ അവിടുത്തെ ആസിഡ് HNO3 അഥവാ നൈട്രിക് ആസിഡ് ആണ്. K വരുന്നത് കൊണ്ട് തന്നെ ബേസ് ആയിട്ട് അതിന്റെ കൂടെ Kയുടെ കൂടെ OH ചേർക്കുന്നു. KOH. HNO3യുടെ പ്രത്യേകത വീര്യം കൂടിയ ആസിഡ് ആണ്. അതുപോലെ KOHന്റെ പ്രത്യേകത വീര്യം കൂടിയ ബേസ് ആണ്. അപ്പൊ ആസിഡിനും വീര്യം കൂടുതലാണ്, ബേസിനും വീര്യം കൂടുതലാണ്. രണ്ടും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന്റെ pH രണ്ടും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അടുത്ത രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകാം. ഇതാണ് ആ പോയിന്റ്. വീര്യം കൂടിയ ആസിഡും എന്ന് വെച്ചാൽ ആസിഡിന് വീര്യം കൂടുതലാണ്. ആസിഡിന് വീര്യം കൂടുതലും വീര്യം കുറഞ്ഞ ബേസും. വീര്യം കുറഞ്ഞ ബേസും. ആസിഡിന് വീര്യം കൂടുതലാണ്, ബേസിന് വീര്യം കുറവാണ്. അപ്പൊ തന്നെ അറിയാം, ഒന്നിന് വീര്യം കൂടുതൽ, ഒന്നിന് വീര്യം കുറവ്. അപ്പൊ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് അസിഡിക് സ്വഭാവമായിരിക്കും. അസിഡിക് സ്വഭാവം എന്ന് വെച്ചാൽ അതിവിടെ എഴുതിയിട്ടുണ്ട്, pH മൂല്യം 7 കുറവായിരിക്കും. നമ്മൾ pH പഠിച്ചിട്ടുണ്ട്. pH വരുമ്പോൾ 7 വരുന്നത് നിർവീര്യം, pH 7 കുറവ് വരുന്നത് ആസിഡ്, 7 കൂടുതലുള്ളത് ബേസ് അഥവാ ആൽക്കലിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 കുറവായിരിക്കും. കാരണം ഇവിടെ ആസിഡിന് വീര്യം കൂടുതലും ബേസിന് വീര്യം കുറവുമാണ്. അപ്പൊ ഉണ്ടാകുന്ന ലവണത്തിന് അസിഡിക് സ്വഭാവമായിരിക്കും. ഉണ്ടാകുന്ന ലവണത്തിന് അസിഡിക് സ്വഭാവമായിരിക്കും. അസിഡിക് സ്വഭാവം എന്ന് വെച്ചാൽ അതിന്റെ pH മൂല്യം 7 കുറവായിരിക്കും. pH മൂല്യം 7 കുറവായിരിക്കും. pH മൂല്യം 7 കുറവുള്ളവ ആസിഡുകളാണ്. pH മൂല്യം 7 കുറവുള്ളവ ആസിഡുകളാണ്. അതിന് നമുക്ക് 2 ഉദാഹരണങ്ങൾ പഠിക്കണം. ഒന്ന് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്, ക്ലോറിൻ അഥവാ Cl വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ ഉണ്ടാകുന്ന ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്. HClന്റെ പ്രത്യേകത അതിന് വീര്യം കൂടുതലാണ്. അവിടെ കൂടെ പ്രവർത്തിക്കുന്ന ബേസ് എന്ന് പറയുന്നത് അമോണിയയാണ്. അമോണിയ NH3 ആണ്. വീര്യം വളരെ കുറവുള്ള ഒരു ബേസ് ആണ് ഏതെന്ന് പറയുന്നത് അമോണിയ. അപ്പൊ ആസിഡ് HCl അതിന് വീര്യം കൂടുതലും
ബേസ് NH3 അതിന് വീര്യം കുറവുമാണ്, ആസിഡിന് വീര്യം കൂടുതൽ, ബേസിന് വീര്യം കുറവ്. ഉണ്ടാകുന്ന ലവണം അസിഡിക് സ്വഭാവമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം 7 കുറവായിരിക്കും. അമോണിയം ക്ലോറൈഡിന്റെ pH മൂല്യം 7 കുറവാണ്. അതൊരു അസിഡിക് സ്വഭാവമുള്ള ലവണം അഥവാ അസിഡിക് സാൾട്ട് ആണ്. അസിഡിക് സ്വഭാവമുള്ള ലവണം അഥവാ അതൊരു അസിഡിക് സാൾട്ട് ആണ്. രണ്ടാമത്തത് അമോണിയം നൈട്രേറ്റ് NH4NO3 അഥവാ അമോണിയം നൈട്രേറ്റ് NO3 വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആസിഡായി HNO3 എടുക്കുന്നു. HNO3യുടെ പ്രത്യേകത HNO3ക്ക് വീര്യം കൂടുതലാണ്. കൂടെ അമോണിയ തന്നെയാണ്, നേരത്തെ നമ്മൾ എടുത്ത അമോണിയ തന്നെയാണ്. അമോണിയയുടെ പ്രത്യേകത അതിന് വീര്യം കുറവാണ്. അപ്പൊ ആസിഡിന് വീര്യം കൂടുതലും ആൽക്കലി അഥവാ ബേസിന് വീര്യം കുറവുമാണ്. ആസിഡിന് വീര്യം കൂടുതലും ബേസിന് വീര്യം കുറവുമായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ലവണം അസിഡിക് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ pH മൂല്യം 7 കുറവായിരിക്കും. എന്ന് വെച്ചാൽ അമോണിയം ക്ലോറൈഡ് എടുത്താലും അമോണിയം നൈട്രേറ്റ് എടുത്താലും അത് രണ്ടിന്റെയും pH മൂല്യം ഒരിക്കലും 7 കൂടുന്നില്ല, എല്ലായ്പ്പോഴും 7 കുറവ് തന്നെയായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടാകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവയിൽ ആസിഡിന് വീര്യം കൂടുതലുമായിരിക്കും, ആൽക്കലിക്ക് അഥവാ ബേസിന് വീര്യം കുറവുമായിരിക്കും. മൂന്നാമത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച തിരിച്ചാണ് പറയുന്നത്. വീര്യം കുറഞ്ഞ ആസിഡിന് ഇവിടെ വീര്യം കുറവായിരിക്കും. വീര്യം കൂടിയ ബേസിന് വീര്യം കൂടുതലുമായിരിക്കും. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആസിഡിന് വീര്യം കുറവായിരിക്കും, ബേസിന് വീര്യം കൂടുതലായിരിക്കും. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലവണത്തിന്റെ സ്വഭാവം ബേസിക് ആയിരിക്കും. കാരണം ഇവിടെ ബേസിനാണ് വീര്യം കൂടുതൽ, ആസിഡിന് വീര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ലവണത്തിന്റെ pH മൂല്യം ബേസിക് ആയതുകൊണ്ട് pH മൂല്യം എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. pH മൂല്യം 7 കൂടുതലായിരിക്കും. pH മൂല്യം 7 കൂടുതൽ എന്ന് വെച്ചാൽ അത് ആ ലവണം ബേസിക സാൾട്ട് അഥവാ ബേസിക ലവണമായിരിക്കും. അതിന്റെ സ്വഭാവം ബേസികമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഒന്നും കൂടെ പറയുന്നു. വീര്യം കുറഞ്ഞ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലവണങ്ങളുടെ pH മൂല്യം എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. അത് ബേസിക് സ്വഭാവമുള്ളവയായിരിക്കും. അതിന് നമുക്ക് 2 ഉദാഹരണങ്ങൾ പഠിച്ചോളാം. ഒന്ന് സോഡിയം കാർബണേറ്റ് അഥവാ Na2CO3. ഇവിടെ CO3 ആസിഡിന്റെ കാരണത്തിന് ആവശ്യമായിട്ടുള്ളത് CO3 ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ എച്ചും കൂടെ ചേർത്താൽ വരുന്നത് H2CO3 ആണ്. H2CO3 എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറവുള്ള ഒരു ആസിഡാണ്. കാർബോണിക് ആസിഡ് നമ്മൾ കുടിക്കുന്ന സോഡയിലുള്ള ആസിഡാണ്. സോഡാജലം അഥവാ സോഡാ വാട്ടറിലുള്ള ആസിഡാണ് കാർബോണിക് ആസിഡ്. അതിന് വീര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാർബോണിക് ആസിഡിന് വീര്യം വളരെ കുറവും. അതുപോലെ ഇവിടെ ബേസായിട്ട് Na വന്നതുകൊണ്ട് നമ്മൾ ബേസ് NaOH എടുക്കുന്നു. NaOH അഥവാ കാസ്റ്റിക് സോഡ എടുക്കുന്നു. അതിന് വീര്യം കൂടുതലാണ്. അപ്പോൾ ആസിഡിന് വീര്യം കുറവാണ്, ബേസിന് വീര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ലവണത്തിന്റെ pH എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. pH 7 കൂടുതൽ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ലവണം ബേസിക സ്വഭാവമുള്ള ലവണമായിരിക്കും. കാരണം വീര്യം കൂടിയ ബേസ് ആയതുകൊണ്ട്. രണ്ടാമത്തത് സോഡിയം അസറ്റേറ്റ് എന്ന് പറയും. സോഡിയം അസറ്റേറ്റ് CH3COO അഥവാ സോഡിയം അസറ്റേറ്റ്. എന്ന് പറയുന്നത് സോഡിയവും CH3COO എന്ന് പറയുന്നത് അസറ്റേറ്റുമാണ്.
അപ്പൊ സോഡിയം അസറ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ആസിഡ് എന്ന് പറയുന്നത് CH3COOH അഥവാ അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡ്. അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡ്, ഈ ആസിഡിന് വീര്യം കുറവാണ്. നമ്മുടെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ്. അതിന് വീര്യം വളരെ കുറവാണ്. രണ്ടാമത് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് NaOH അഥവാ കാസ്റ്റിക് സോഡയാണ്. NaOHന്റെ പ്രത്യേകത അതിന് വീര്യം കൂടുതലാണ്. അപ്പൊ ആസിഡിന് വീര്യം കുറവും ആൽക്കലിക്ക് വീര്യം കൂടുതലുമായതുകൊണ്ട് ഈ ഉണ്ടാകുന്ന ലവണത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 കൂടുതലായിരിക്കും. അതൊരു ബേസിക് സാൾട്ട് അഥവാ ബേസിക ലവണമായിരിക്കും ഈ പറഞ്ഞ സോഡിയം അസറ്റേറ്റ്. അപ്പൊ സോഡിയം അസറ്റേറ്റും സോഡിയം കാർബണേറ്റും ബേസിക് ലവണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ pH മൂല്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 7 കൂടുതലായിരിക്കും. അവ ബേസിക് സാൾട്ടുകളാണ്. അടുത്തത് നാലാമത്തെ കണ്ടീഷൻ. അപ്പൊ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. വീര്യം കൂടിയ ആസിഡ്, വീര്യം കൂടിയ ബേസ്, നിർവീര്യമാണ്, pH 7. അടുത്തത് വീര്യം കൂടിയ ആസിഡ്, വീര്യം കുറഞ്ഞ ബേസ്, അസിഡിക് സാൾട്ട് ആണ്, ആസിഡ് സ്വഭാവമുള്ള ലവണമാണ്, pH 7 കുറവാണ്. മൂന്നാമത്തെ കണ്ടീഷൻ പഠിച്ചു. വീര്യം കുറഞ്ഞ ആസിഡ്, വീര്യം കൂടിയ ബേസ്, അതിന്റെ pH മൂല്യം 7 കൂടുതലായിരിക്കും. അത് ബേസിക് സാൾട്ട് ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ഇനി ഒരു കണ്ടീഷൻ കൂടെയാണ് ഉള്ളത്. വീര്യം കുറഞ്ഞ ആസിഡും വീര്യം കുറഞ്ഞ ബേസും. അപ്പൊ നാലാമത്തെ കണ്ടീഷൻ അത് തന്നെയാണ്. രണ്ടിനും വീര്യം കുറവ്. ആസിഡിനും വീര്യം കുറവാണ്, ബേസിനും വീര്യം കുറവാണ്. അപ്പൊ വീര്യം കുറഞ്ഞ ആസിഡും വീര്യം കുറഞ്ഞ ബേസ് എന്നിവ തമ്മിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ലവണങ്ങളുടെ pH മൂല്യം എന്ന് പറയുന്നത് ആസിഡിന്റെ Ka വിലയെയും ആ ബേസിന്റെ Kb വിലയും, ഇതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്, Ka Kb എന്നീ വിലകളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വില അനുസരിച്ച് ഈ പറഞ്ഞ ലവണങ്ങൾ അസിഡിക് ആകാം, ബേസിക് ആകാം, ന്യൂട്രൽ ആകാം. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ആ വില ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ ഫസ്റ്റ്, അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7 കുറവാണ്. അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7 കുറവാണ്. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ രണ്ടിന്റെയും ആസിഡും ബേസും എഴുതുക. ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്, ബേസ് എന്ന് പറയുന്നത് NH3 ആണ്. ഇവിടെ നമുക്ക് അറിയാം HCl വീര്യം കൂടിയ ആസിഡും NH3 എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ ബേസുമാണ്. അപ്പൊ ഇവിടെ ആസിഡിന് വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അത് അസിഡിക് സാൾട്ട് ആയിരിക്കും. അസിഡിക് സാൾട്ടുകളുടെ പ്രത്യേകത അതിന്റെ pH മൂല്യം 7 കുറവാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതിയിരിക്കുന്നത് തന്നെ അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7 കുറവാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു അസിഡിക് സാൾട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം 7 കുറവാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ശരിയാണ്. ഈ ഉത്തരമെന്ന് പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയിലോട്ട് നമ്മൾ പോകുന്നു. NaNO3. ഇവിടെ NaNO3ക്ക് അവിടുത്തെ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ HNO3, ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ NaOH. ആസിഡ് HNO3യും ബേസ് NaOH. HNO3 എന്ന് പറയുന്നത് വീര്യം കൂടിയ ആസിഡ് ആണ്. NaOH എന്ന് പറയുന്നത് വീര്യം കൂടിയ ബേസ് ആണ്. അപ്പൊ രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന്റെ pH മൂല്യം 7 ആയിരിക്കും. രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് ഇവ തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന്റെ pH മൂല്യം 7 ആണ്.
പക്ഷെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് pH മൂല്യം 7-ൽ കൂടുതലാണ് എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഉത്തരം തെറ്റാണ്. രണ്ടാമത്തെ ഉത്തരം തെറ്റാണ്. കാരണം NaOHും HNO3യും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് ലവണം നിർവീര്യമായതുകൊണ്ട് അതിന്റെ pH 7 വേണം വരാൻ. പക്ഷെ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ എഴുതിയിരിക്കുന്നത് 7-ൽ കൂടുതലാണെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഉത്തരം തെറ്റാണ്. മൂന്നാമത്തത് CH3COONA. ഇതില് ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ CH3COOH അഥവാ അസറ്റിക് ആസിഡും ഇപ്പുറത്ത് ഉള്ളത് NaOHുമാണ്, NaOH. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത CH3COOH എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ ആസിഡും, CH3COOH എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ ആസിഡും NaOH എന്ന് പറയുന്നത് വീര്യം കൂടിയ ബേസുമാണ്. അപ്പൊ ഇതിന് ബേസിനാണ് വീര്യം കൂടുതൽ. ബേസിന് വീര്യം കൂടുതൽ എന്ന് വെച്ചാൽ ഇതൊരു ബേസിക ലവണം അഥവാ ബേസിക് സാൾട്ട് ആണ്. ബേസിക് സാൾട്ടുകളുടെ pH മൂല്യം എന്ന് പറയുന്നത് 7-ൽ കൂടുതലാണ്. നമുക്കിവിടെ എഴുതിയിരിക്കുന്നതും 7-ൽ കൂടുതലാണെന്നുള്ള ഓപ്ഷനാണ് എഴുതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്, മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതുകൊണ്ട് 1ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ നോക്കണം. നമ്മുടെ ആൻസറിൽ വരേണ്ടത് നമുക്കുള്ള ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. അതിവിടെ നമുക്ക് ബി എന്ന ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബി അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാകുന്നു. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1ഉം 3ഉം എന്ന ഓപ്ഷൻ ആണ്. കാരണം അത് മാത്രമാണ് ശരി, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് തെറ്റാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് NaNO3. NaNO3 എന്നാണ്. NaNO3 എന്ന് വെച്ചാൽ സോഡിയം നൈട്രേറ്റ് എന്നാണ് അതിന്റെ പേര്. NaNO3 സോഡിയം നൈട്രേറ്റ്. ഈ ലായനിയുടെ pH മൂല്യം എത്രയാണ്? ഈ ലായനിയുടെ pH മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ ഇതിലെ ആസിഡും ആൽക്കലിയും ഏതാണെന്ന് എഴുതണം. ആൽക്കലി എന്ന് പറയുന്നത് NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡും ആസിഡ് എന്ന് പറയുന്നത് HNO3 അഥവാ നൈട്രിക് ആസിഡുമാണ്. HNO3 അഥവാ നൈട്രിക് ആസിഡുമാണ്. ഇവിടെ ഇത് NaNO3 ആണ്. NaNO3 ഇത് NaNO3 എന്നാണ്. അപ്പൊ അവിടെ NaNO3 അഥവാ സോഡിയം നൈട്രേറ്റ് ഇത് ഏത് ആസിഡും ഏത് ആൽക്കലിയും ചേർന്നാണെന്ന് ചോദിച്ചാൽ ഇതിലെ ആസിഡ് HNO3 ആണ്. HNO3യുടെ പ്രത്യേകത ഇതിന് വീര്യം കൂടുതലാണ്. HNO3ക്ക് വീര്യം കൂടുതലുള്ള ആസിഡ് ആണ്. അടുത്തത് NaOH ആണ്. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിനും വീര്യം കൂടുതലാണ്. അപ്പൊ ആസിഡിനും വീര്യം കൂടുതൽ, ബേസ് അഥവാ ആൽക്കലിക്കും വീര്യം കൂടുതൽ. രണ്ടിനും വീര്യം കൂടുതലാണെങ്കിൽ ഞാൻ കുറച്ചു നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പൊ ആസിഡിനും വീര്യം കൂടുതലായതുകൊണ്ടും ബേസിന് വീര്യം കൂടുതലായതുകൊണ്ടും രണ്ടും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമായ NaNO3യുടെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. നമുക്കിവിടെ ഉണ്ട് ഓപ്ഷൻ എ 0 തെറ്റാണ്, ഓപ്ഷൻ ബി 7-ൽ കുറവ് തെറ്റാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 7 ആണ്. അത് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമാണ്. കാരണം ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് HNO3 ആണ്. അതിന് വീര്യം കൂടുതലും. അവിടെ ഉള്ള ബേസ് എന്ന് പറയുന്നത് NaOH ആണ്. അതിനും വീര്യം കൂടുതലാണ്. രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അത് നിർവീര്യമായ ലവണമാണ് ഉണ്ടാക്കുന്നത്. നിർവീര്യ ലവണങ്ങളുടെ pH എന്ന് പറയുന്നത് 7 ആണ്. അതുകൊണ്ട് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 7 ആണ്. മറ്റു 3 ഓപ്ഷനുകളും നമുക്ക് തെറ്റാണ്. ഒന്ന് ഇവിടെ 0 എന്ന് എഴുതിയിരിക്കുന്നു, തെറ്റാണ്. 7-ൽ കുറവാണെന്ന് എഴുതിയിരിക്കുന്നു, അതും
തെറ്റാണ്. 7ൽ കൂടുതലെന്ന് എഴുതിയിരിക്കുന്നു, അതും തെറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഉത്തരം നിർവീര്യമായ ലവണമായതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആയിരിക്കും. 7ൽ കൂടുന്നതുമില്ല, 7ൽ കുറയുന്നതുമില്ല. അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസിഡിക് ലവണം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസിഡിക് ലവണം ഏതാണ്? ഒരു അസിഡിക് ലവണം ഉണ്ടാകണമെങ്കിൽ വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ബേസുമായിരിക്കണം. വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ബേസുമാണെങ്കിൽ മാത്രമേ അവിടെ ഒരു അസിഡിക് ലവണം ഉണ്ടാകൂ. വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ബേസും. നമ്മൾ ഇതിൽ ഓരോന്നിന്റെയും ആസിഡും ബേസും എഴുതുകയാണ്. ആദ്യം KCl. ആദ്യം നമുക്കുള്ളത് KCl. KClന്റെ പ്രത്യേകത ആസിഡ് HCl ആണ്. ആസിഡ് HClഉം ആൽക്കലി എന്ന് പറയുന്നത് KOH-ഉമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും, ആസിഡിനും ആൽക്കലിക്കും വീര്യം കൂടുതലായതുകൊണ്ട് ഇത് നിർവീര്യമായിരിക്കും. ഇത് നിർവീര്യമായിട്ടുള്ളതാണ്. നിർവീര്യം അഥവാ ന്യൂട്രൽ ആണ്. നിർവീര്യം അഥവാ ന്യൂട്രൽ ആണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരം അല്ല. അടുത്തത് NaCl. NaCl. Cl ആയതുകൊണ്ട് തന്നെ HCl വീര്യം കൂടുതലാണ്. Na ആയതുകൊണ്ട് തന്നെ NaOH അതിനും വീര്യം കൂടുതലാണ്. ഇത് രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അതൊരിക്കലും അസിഡിക് അല്ല, മറിച്ച് ന്യൂട്രൽ ആണ്. അപ്പൊ ഇത് രണ്ടെണ്ണം ന്യൂട്രലായി. അടുത്ത മൂന്നാമത്തത് NH4Cl. അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl. ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്. ആസിഡ് HCl ആണ്, വീര്യം കൂടുതലാണ്. ബേസ് എന്ന് പറയുന്നത് NH3 ആണ്. അപ്പൊ ഇവിടെ ആസിഡിന് വീര്യം കൂടുതലും ബേസിന് വീര്യം കുറവുമാണ്. ആസിഡിന് വീര്യം കൂടുതലും ബേസിന് വീര്യം കുറവുമാണ്. അങ്ങനെ ആസിഡിന് വീര്യം കൂടുതലാണെങ്കിലാണ് അവിടെ അസിഡിക് ലവണമായി മാറുന്നത്. ഏത് ലവണമായി മാറുന്നതെന്ന് ചോദിച്ചാൽ പറയണം അസിഡിക് ലവണം. ഇവിടെ ആസിഡിന് വീര്യം കൂടുതലും ബേസിന് വീര്യം കുറവുമായതുകൊണ്ട് ഇതൊരു അസിഡിക് ലവണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് NH4Cl ആണ്. നമ്മുടെ ആൻസർ NH4Cl. നാലാമത്തെ ഓപ്ഷനും കൂടെ നമ്മൾ നോക്കുന്നു. ഇവിടെ SO4 ആയതുകൊണ്ട് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ഇതിന് വീര്യം കൂടുതലാണ്. K ആയതുകൊണ്ട് KOH അഥവാ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് രണ്ടിനും വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ന്യൂട്രൽ അഥവാ നിർവീര്യമായിരിക്കും. ഇത്രയുമായപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും ആ ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾക്ക്. ഇനി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിലുള്ള സ്കൂൾ ടെക്സ്റ്റിലെ 3 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത്രയുമായപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി.